ഏപ്രിൽ ആദ്യം മുതൽ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ മൊബൈൽ ഫോൺ വിളികൾക്ക് ചാർജ് കുറയും. മൊബൈൽ ഫോൺ വഴിയുള്ള മുഴുവൻ സേവനങ്ങൾക്കും 40% ചാർജ് കുറയുമെന്ന് ഗൾഫ് സഹകരണ കൗൺസിലിന് കീഴിലുള്ള സാമ്പത്തിക ഡെവലപ്മെന്റ് വിഭാഗം അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ അബ്ദുള്ള അൽ ഷിബ്ലി അറിയിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ബോർഡിന്റെ പ്രവർത്തനം സ്പോൺസർ അൽ-ഇസ താൽക്കാലികമായി മരവിപ്പിച്ചു. സ്കൂൾ ബോർഡിലെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനവും അഴിമതിയും കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാട്ടിയാണ് സ്കൂൾ ബോർഡ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നത് സ്പോൺസർ വിലക്കിയത്. ബോർഡുമായി ബന്ധപ്പെട്ട് നാളിതുവരെ നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സമിതിയെയും സ്പോൺസർ പ്രഖ്യാപിച്ചു. 3 മില്യൺ ദിനാറിലധികം സ്കൂളിന്റെ ഫണ്ട് സംബന്ധിച്ചും കുവൈറ്റ് സർക്കാർ സ്കൂൾ നിർമ്മിതിക്കായി അനുവദിച്ച സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശവും സംബന്ധിച്ചുമുള്ള തർക്കം സ്കൂൾ ബോർഡും സ്പോൺസറുമായി കുറേ നാളായി നിലനിൽക്കുകയായിരുന്നു. യുഎയിലെ പ്രമുഖ പാൽ പഴച്ചാർ ഉൽപാദകരായ അൽ റവാബി വലിയ വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. 8 കോടി ദിർഹം ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതികളോടെ ഉൽപാദനം നിലവിലുള്ള 30% നിന്നും 70% ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് അൽ റവാബി അധികൃതർ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഗ്ലോബൽ കമ്മിറ്റി ഭാരവാഹികളായി KPCC നിയമിച്ച ദമാം റീജിയനിൽ നിന്നുള്ള അഹമ്മദ് പുളിക്കൽ, സി അബ്ദുൽ ഹമീദ്, മൻസൂർ പള്ളൂർ, ചന്ദ്രൻ കല്ലട, അർഷഫ് മൂവാറ്റുപുഴ എന്നിവരെ OICC ദമാം റീജിയണൽ കമ്മിറ്റി അഭിനന്ദിച്ചു. CK മേനോൻ പ്രസിഡന്റും KM ഷെരീഫ് കുഞ്ഞ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായുള്ള 32 അംഗ കമ്മിറ്റിക്കാണ് KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത്. ജീവിതഗന്ധിയായ ഗാനങ്ങളുടെ ഹൃദ്യമായ ആലാപന ശൈലിയിലൂടെയും വിവിധ ഭാഷാ സിനിമകളിലൂടെയും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ നടനും ഗായകനും മനുഷ്യസ്നേഹിയുമായിരുന്നു കലാഭവൻ മണിയെന്ന് ദമാം ദെല്ല നവോദയ സംഘടിപ്പിച്ച അനുസ്മരണം അഭിപ്രായപ്പെട്ടു. കഷ്ടപ്പാടിൽ നിന്നും ആർജിച്ച കരുത്തും നന്മയുമാകാം പ്രശസ്തിയുടെ കൊടുമുടിയിലും വിശക്കുന്നവന്റെ മനസ്സ് തൊട്ടറിയാനുള്ള മനസ്സ് രൂപപ്പെടുത്തിയത്. സ്വന്തം പ്രയത്നത്തിലൂടെ ഉയരങ്ങൾ കീഴടക്കിയപ്പോഴും സാധാരണക്കാരനായി സാധാരണ മനുഷ്യരുടെ ഒപ്പം ജീവിക്കാനും അവരോടൊത്ത് ഐക്യപ്പെടാം എന്ന് ഉറക്കെ വിളിച്ചു പറയാനുമുള്ള ധൈര്യം കാണിച്ച മഹാനായ കലാകാരനാണ് കലാഭവൻ മണി. മണിയുടെ വിയോഗം കലാകേരളത്തിന് മാത്രമല്ല അനേകം സാധാരണക്കാർക്ക് കൂടി കനത്ത നഷ്ടമാണെന്നും അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. കേരളത്തെ ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകളിൽ ഒതുക്കി നിർത്തിയിരുന്ന കാലഘട്ടത്തിൽ അതിനെതിരായുള്ള വലിയ പോരാട്ടമാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ തുടർച്ചയായി വർഗ കാഴ്ചപ്പാടോടെ EMSഉം EKGയും ജനങ്ങളെ അണിനിരത്തി നടത്തിയത് എന്ന് നവോദയ ദമാം ദെല്ല കമ്മിറ്റി സംഘടിപ്പിച്ച EMS EKG അനുസ്മരണം അഭിപ്രായപ്പെട്ടു. കേരളത്തെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമമാണ് വലതുപക്ഷവും വർഗീയ ഫാസിസ്റ്റ് ശക്തികളും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരണമെന്നും അഭിപ്രായം ഉയർന്നു. ഇബ്രാഹിം, സുരേഷ് ബാബു, ഗോപാലകൃഷ്ണൻ, രാജൻ, വേലായുധൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രകാശം പരത്തുക എന്ന പ്രമേയത്തിൽ കുട്ടികളുടെ വായനോത്സവം അടുത്ത മാസം 20 മുതൽ 30 വരെ ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കും. ഇന്ത്യ ഉൾപ്പെടെ 15 രാജ്യങ്ങളിൽ നിന്ന് 130 പ്രസാധകർ പങ്കെടുക്കും. പുസ്തക പ്രദർശനം, വിൽപ്പന, പുസ്തക പ്രകാശനം, എഴുത്തുകാരുമായി സംവാദം എന്നിവയടക്കം നിരവധി പരിപാടികൾ അരങ്ങേറും. ഹ്രസ്വ സന്ദർശനത്തിലെത്തിയ കർണാടക മുൻ ലോകായുക്ത മേധാവി ജസ്റ്റിസ് N. സന്തോഷ് ഹെഗ്ഡെയ്ക്ക് ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദിയും ഫ്രണ്ട്സും ചേർന്ന് ദുബായ് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. യൂസുഫ് അൽഫല, KM അബ്ബാസ്, റഷീദ് വിഡ്ല, അഷഫ് കർലെ, ഇക്ബാൽ അബ്ദുൽ ഹമീദ്, ഹനീഫ മംഗലാപുരം എന്നിവർ പങ്കെടുത്തു. നാളെ വൈകിട്ട് 6 മണിക്ക് ദുബായ് ഇന്ത്യ ക്ലബിൽ കന്നഡിക UAEയും ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദിയും ആശയവിനിമയ പരിപാടിയിൽ സന്തോഷ് ഹെഗ്ഡെ പങ്കെടുക്കും.
വിവിധ രാജ്യങ്ങളിലെ ഭക്ഷ്യവിഭവങ്ങൾ കോർത്തിണക്കി ലുലു ഹൈപ്പർ മാർക്കറ്റ് ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ദുബായ് ഖിസൈസിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്നു. ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിന്റെ ബഹ്റൈനിലെ 9ാമത് ശാഖ ഉമുൽ ഹസമിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. GCCയിലെയും ഇന്ത്യയിലെയും ലുലു എക്സ്ചേഞ്ചിന്റെ വൈസ് പ്രസിഡന്റ് നാരായൺ പ്രധാൻ എക്സ്ചേഞ്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഉപഭോക്താക്കൾക്ക് മികച്ചതും വേഗതയേറിയതുമായ സേവനം നൽകുക എന്നതാണ് മുഖ്യ ലക്ഷ്യമെന്ന് ഉദ്ഘാടനശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ പിരപ്പൻകൂട് സ്വദേശി കല്ലുവെട്ടാങ്കുഴി വീട്ടിൽ സദാനന്ദൻ തങ്കമ്മ ദമ്പതികളുടെ മകൻ ജയകുമാർ ഹൃദയാഘാതം മൂലം മരിച്ചു. ബുധനാഴ്ച വൈകിട്ട് ദമാം എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യേ അബ്കേക്കിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മരിച്ചത്. നവോദയ മുബാറസ് യൂണിറ്റ് മുൻ സെക്രട്ടറിയും മേഖലാ കമ്മിറ്റി അംഗവുമാണ്. 20 വർഷത്തോളമായി സൗദിയിലുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നവോദയ അൽ ഹസ അബ്കേക്ക് ഏരിയ കമ്മിറ്റികൾ നേതൃത്വം നൽകുകയാണ്. അൽ മദീന ഹൈപ്പർ മാർക്കറ്റിന്റെ 1ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ന്യൂ ഏജ് ഇന്ത്യ സാംസ്കാരിക വേദിയുമായി സഹകരിച്ചുകൊണ്ട് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം നടത്തുന്നു. റിയാദിലെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ് എന്നീ മത്സരങ്ങൾ ഏപ്രിൽ 1 വെള്ളിയാഴ്ച 2 മണിക്ക് അൽ മദീന ഓഡിറ്റോറിയത്തിൽ നടക്കും. താൽപര്യമുള്ള കുട്ടികൾ അൽ മദീന ഹൈപ്പർ മാർക്കറ്റിന്റെ കസ്റ്റമർ കെയർ കൗണ്ടറിലോ ഏപ്രിൽ 1 വെള്ളിയാഴ്ച 2 മണിക്ക് മുമ്പായി പ്രോഗ്രാം ഹാളിലോ രജിസ്റ്റർ ചെയ്യണം. പ്രശസ്ത ഹാസ്യ കഥാപ്രസംഗ കലാകാരനും ചലച്ചിത്ര നടനുമായ VD രാജപ്പൻ അന്തരിച്ചു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 50ലേറെ ഹാസ്യകഥാപാത്രങ്ങളെ അവിസ്മരണീയനാക്കിയ കോട്ടയം പേരൂർ വേലിക്കുഴിയിൽ ദേവദാസ് രാജപ്പൻ എന്ന VD രാജപ്പൻ കുറെ നാളുകളായി വിവിധ അസുഖങ്ങളാൽ അവശനായിരുന്നു. മാർച്ച് 8-നാണ് പക്ഷാഘാതത്തെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ആഴ്ചയോളമായി തുടരുന്ന ചികിത്സയ്ക്കിടെ ഹൃദയാഘാതമുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ ഡോക്ടർമാർ ഏറെ പരിശ്രമിച്ചെങ്കിലും എല്ലാം വിഫലമായി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:05 ആ അനുഗ്രഹീത കലാകാരൻ മരണത്തിന് കീഴടങ്ങി. ഭാര്യ സുലോചന, മക്കൾ രാജേഷ്, രാജീവ് എന്നിവരും മരണസമയത്ത് അരികിലുണ്ടായിരുന്നു. മൃതദേഹം ഇപ്പോൾ കോട്ടയം പേരൂരിലെ വീട്ടിലാണുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. അക്ഷരനഗരിയിലെ പൗരസമൂഹം VD രാജപ്പന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. VD രാജപ്പന്റെ വിയോഗത്തിലൂടെ അക്ഷരനഗരിക്ക് നഷ്ടമായത് ഇടതു സഹയാത്രികനെയാണ്. പാരഡി ഗാനങ്ങളുടെ അപ്പോസ്തലനായ VD രാജപ്പൻ ചിരിയുടെ തിരയടിപ്പിച്ച ആ വേദികളും അദ്ദേഹത്തിന്റെ സൃഷ്ടികളും നിധി പോലെ ജനമനസ്സുകളിൽ നിന്നും സൂക്ഷിക്കപ്പെടും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഹാസ്യ കഥാപ്രസംഗങ്ങളിലൂടെ കലാരംഗത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച VD രാജപ്പൻ മലയാളത്തിലെ സിനിമാ പാരഡി ഗാനങ്ങളുടെ ഉപജ്ഞാതാവ് കൂടിയാണ്. മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച VD രാജപ്പൻ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വെള്ളിത്തിരിയിലും മിന്നുന്ന താരമായി. VD രാജപ്പൻ മലയാളിക്ക് നൽകിയ സംഭാവനകളെ വ്യത്യസ്തമായി കാണണം നമ്മൾ. ആ വ്യത്യസ്തത തന്നെയാണ് VD രാജപ്പൻ എന്ന കലാകാരനെ സൃഷ്ടിച്ചതും. മലയാള ഹാസ്യലോകത്ത് പാരഡി എന്ന പുതുമയിലൂടെ ഒരു ഹാസ്യ വിപ്ലവം തന്നെയാണ് VD സൃഷ്ടിച്ചത്. 80കളിൽ സാംബശിവനും കെടാമംഗലവും ഒക്കെ സൃഷ്ടിച്ച കഥാപ്രസംഗത്തിന്റെ ഗൗരവ വഴികളിൽ നിന്നും ഹാസ്യത്തിന്റെ കഥാകഥനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി രാജപ്പൻ. കാറും കോഴിയും പട്ടിയുമൊക്കെ VD രാജപ്പന്റെ കഥകളിൽ നായകന്മാരായി. കോട്ടയത്തു നിന്നും ഇന്ത്യ മുഴുവനും പിന്നീട് ചുരുങ്ങിയ കാലം കൊണ്ട് ഗൾഫും യൂറോപ്പും അമേരിക്കയും എന്നു വേണ്ട മലയാളികളുള്ള എല്ലായിടത്തും വേദികൾ കൈയടക്കാൻ VD എന്ന സാധാരണക്കാരന് എങ്ങനെ കഴിഞ്ഞു? കോട്ടയം ചന്തയിലെ ബാർബർ ഷാപ്പിൽ നിന്ന് തുടങ്ങുന്നു ആ കലാജീവിതം. രാജപ്പന്റെ ഭാവനയിൽ വിരിഞ്ഞ ഹാസ്യഗാനങ്ങൾ കേൾക്കാൻ ദിനവും കടയ്ക്ക് മുന്നിൽ ആളുകൂടി. ഒരു ദിവസം രാജപ്പന്റെ പാട്ട് കേൾക്കാനെത്തിയ മിസസ് KM മാത്യു രാജപ്പനെ വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിച്ചു. രാജപ്പൻ എന്ന കലാകാരനെ പുറം ലോകമറിഞ്ഞത് അന്നു മുതലായിരുന്നു. തുടർന്ന് വേദികളിൽ നിന്നും വേദികളിലേക്കുള്ള പ്രയാണം. മലയാളികളോട് കഥ പറഞ്ഞ് രാജപ്പൻ ലോകത്തിന്റെ എല്ലാ മൂലയിലുമെത്തി. ചികയുന്ന സുന്ദരിയും മാക്കും അക്കിടിപ്പാക്കരനുമൊക്കെ രാജപ്പനെ ഹാസ്യ ചക്രവർത്തിയാക്കി. അങ്ങനെ ഒരു ദിവസം രാജപ്പൻ സിനിമാ നടനുമായി. ആദ്യം അഭിനയിച്ച കാട്ടുപോത്ത് റിലീസായില്ലെങ്കിലും അത് രാജപ്പന് ശകുനപ്പിഴയായില്ല. പിന്നീട് പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെല്ലാം രാജപ്പന്റെ ഹാസ്യത്തിന് അർഹിച്ച ശ്രദ്ധ കിട്ടി.
കുസൃതിക്കാറ്റും മുത്താരംകുന്ന് പിയോയും രാജപ്പനെ സിനിമയുടെ ഇഷ്ടതാരമാക്കി. സിനിമയിലും സിനിമയ്ക്കകത്തും പുറത്തും രാജപ്പന് നിറയെ ആരാധകരുണ്ടായി. സാക്ഷാൽ പ്രേം നസീറായിരുന്നു രാജപ്പന്റെ ആരാധകരിൽ മുൻപൻ. സെറ്റിലുണ്ടെങ്കിൽ രാജപ്പനെ കൊണ്ട് കഥ പറയിക്കാതെ പ്രേം നസീർ വിടില്ല. സിനിമയിലും വേദികളിലും നിറഞ്ഞു നിൽക്കുമ്പോഴും നാട്ടുനന്മയുടെ ചിരി രാജപ്പനെ വിട്ടുപോയില്ല. ആരെയും കയ്യേച്ച് സഹായിക്കാൻ മടിയുണ്ടായില്ല രാജപ്പന്. ആ രാജപ്പനോട് എന്നാൽ അവസാന കാലത്ത് വിധി സഹതാപം കാണിച്ചില്ല. രോഗം പിടികൂടിയതോടെ രാജപ്പന്റെ ജീവിതത്തിലെ അരങ്ങിൽ നിന്ന് ആളൊഴിഞ്ഞു. സമ്പാദിക്കാനറിയാത്ത കലാകാരന്റെ ദുരവസ്ഥയ്ക്ക് രാജപ്പനും പാത്രമായി. വി ഡി രാജപ്പൻ മറഞ്ഞുപോയെങ്കിലും ഹാസ്യലോകത്ത് രാജപ്പനെ പോലൊരു കലാകാരൻ വേറെ ഉണ്ടാവില്ല. രാജപ്പന് മുൻപും പിൻപും. ന്യൂസ് ഡെസ്ക്. കലാഭവൻ മണിയുടെ മരണത്തിലെ ആശയക്കുഴപ്പം നീക്കാൻ വിദഗ്ധ മെഡിക്കൽ സംഘം രൂപീകരിക്കും. അതേസമയം തെളിവുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്ത മണിയുടെ സഹായികളായ അരുൺകുമാർ, വിപിൻ, മുരുകൻ എന്നിവരെ വിട്ടയച്ചു. കലാഭവൻ മണിയുടെ മരണകാരണത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കാത്തതിനാലാണ് ഇക്കാര്യം പരിശോധിക്കാൻ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കുന്നത്. മണിയെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് പുറമെ ഫോറൻസിക് വിദഗ്ധരും രാസപരിശോധനാ വിഭാഗത്തിലെ വിദഗ്ധരും ഉൾപ്പെടുന്നതാണ് സംഘം. കീടനാശിനി ശരീരത്തിൽ എത്തിച്ചേർന്നുവെന്ന് കണ്ടെത്തിയെങ്കിലും അളവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാക്കനാട്ടെ ഫോറൻസിക് ലാബിനോട് അളവ് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം കൂടി ലഭ്യമായ ശേഷമാവും മരണകാരണം സംബന്ധിച്ച നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. 1.5 ആഴ്ചയായി പോലീസ് ചോദ്യം ചെയ്തു വന്നിരുന്ന മണിയുടെ 3 സഹായികളെ ഇന്നലെ അന്വേഷണ സംഘം വിട്ടയച്ചിരുന്നു. തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ മുരുകൻ, അരുൺ, വിപിൻ എന്നിവരെയാണ് വിട്ടയച്ചത്. എന്നാൽ എല്ലാ ദിവസവും ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിൽ ഹാജരാകാൻ ഇവർക്ക് നിർദ്ദേശം നൽകി. ആത്മഹത്യ, കൊലപാതകം എന്നിവയ്ക്ക് തെളിവുകൾ ലഭിക്കാത്തതിനാൽ സ്വാഭാവിക മരണത്തിന്റെ സാധ്യതകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലോകമെമ്പാടുമുള്ള നവമാധ്യമങ്ങളിലെ പ്രേക്ഷകരെ തത്സമയം അഭിസംബോധന ചെയ്ത് പിണറായി വിജയൻ. ഫേസ്ബുക്കിലൂടെ നടന്ന തത്സമയ സംവാദത്തിൽ ലക്ഷങ്ങളാണ് പിണറായി കേൾക്കാൻ എത്തിയത്. നെറികെട്ട വർത്തമാനകാലത്ത് നിന്നും കേരളത്തെ വിമോചിപ്പിക്കും എന്ന നിശ്ചയദാർഢ്യമാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ പിണറായി വിജയനിൽ കണ്ടത്. കേരളത്തിന് തീരാക്കളങ്കം സൃഷ്ടിച്ച അഴിമതി വീരന്മാരെ തുറുങ്കിലടയ്ക്കുമോ എന്നതായിരുന്നു ആദ്യ ചോദ്യം. ചെറുതെങ്കിലും സ്പഷ്ടമായ ആ മറുപടിയിൽ എല്ലാം അടങ്ങിയിരുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചവർക്ക് LDF ഗവൺമെൻറ് ഒരു പേടി സ്വപ്നമായിരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കൽ രാഷ്ട്രീയ എതിരാളികളോട് കാണിക്കുന്നതിനായിരിക്കില്ല LDF ഗവൺമെൻറ് നിലകൊള്ളുക. വിലത്തകർച്ച മൂലം ദുരിതം നേരിടുന്ന കർഷകരെ സംരക്ഷിക്കാൻ LDF പ്രതിജ്ഞാബദ്ധമാണെന്ന് പിണറായി മറുപടി നൽകി. ചെറുകിട വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കഴിയാവുന്ന എല്ലാ മേഖലകളിലും PSC വഴിയായിരിക്കണം നിയമന പ്രക്രിയ എന്നതാണ് LDF നിലപാടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് LDFന്റെ നയം. പരിസ്ഥിതിയെ അവഗണിച്ചുകൊണ്ടുള്ള വികസനമല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാർക്കശ്യക്കാരനായി മുദ്ര കുത്തുന്നതിനെതിരെ പിണറായി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതെല്ലാം ചിലർ ചാർത്തിത്തരുന്ന വിശേഷങ്ങളാണ്. ചിലരെ ചിലതായിട്ട് ചിത്രീകരിക്കാൻ നമ്മുടെ നാട്ടിൽ ചിലർക്ക് താല്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായി വന്ന ഒരു വിശേഷണമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. കേരളത്തിലേക്ക് വിഷപ്പച്ചക്കറി കൊണ്ടുവരുന്നത് തടയാൻ ഏജൻസികളെ ഏൽപ്പിക്കുന്നതാണ് അഭികാമ്യം. വിഷപ്പച്ചക്കറി വിതരണം ചെയ്താൽ ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി തത്സമയം പിണറായി സംവദിച്ചത് ഒരു നവ്യാനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. VM സുധീരനേക്കാൾ സർക്കാരിൽ സ്വാധീനം വിവാദസ്വാമി സന്തോഷ് മാധവനാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിന്റെ ഭൂമിദാനത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും LDF അധികാരത്തിൽ വന്നാൽ വിവാദ തീരുമാനങ്ങൾ റദ്ദാക്കുമെന്നും കോടിയേരി പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കോടിയേരി. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ അവസാനകാലം നടത്തിയ ഭൂമി കുംഭകോണത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോൾ VM സുധീരനേക്കാൾ സ്വാധീനം സന്തോഷ് മാധവനാണ്. അതുകൊണ്ടാണ് VM സുധീരൻ എതിർത്തിട്ടും ഭൂമി കുംഭകോണ നടപടികൾ റദ്ദാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകാത്തത്. UDF സർക്കാരിന്റെ അവസാനത്തെ മാസത്തെ മന്ത്രിസഭയെടുത്ത തീരുമാനങ്ങളെല്ലാം അതിന്റെ എല്ലാം പിന്നിൽ നടന്ന കാര്യങ്ങൾ എന്താണ്? അതുകൊണ്ട് ഈ തീരുമാനങ്ങളെക്കുറിച്ചെല്ലാം ഒരു ഉന്നതതല അന്വേഷണം നടത്തണം. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കും. VM സുധീരനുള്ളതിനേക്കാൾ സ്വാധീനം ഈ ഗവൺമെന്റിൽ സന്തോഷ് മാധവനാണ്.
കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യം പറഞ്ഞത്. LDF അധികാരത്തിൽ വന്നാൽ കോർപ്പറേറ്റുകളെയും സ്വകാര്യ മുതലാളിമാരെയും സഹായിക്കുന്ന ഭൂമി ഇടപാട് സംബന്ധിച്ച് UDF സർക്കാർ കൈക്കൊണ്ട എല്ലാ നടപടികളും റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരഹിതരുള്ള കേരളത്തിലാണ് സർക്കാർ ഭൂമി കുംഭകോണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് LDF സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായാലുടൻ CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF ഘടകകക്ഷികളുടെയും INLന്റെയും തീരുമാനങ്ങൾ ആയ ശേഷം PC ജോർജ് അടക്കം LDFനെ സഹായിക്കുമെന്ന് പറഞ്ഞ 11 കക്ഷികളുടെ കാര്യം പരിഗണിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനായി ഉമ്മൻചാണ്ടിയും VM സുധീരനും രമേശ് ചെന്നിത്തലയും ഞായറാഴ്ച ദില്ലിക്ക് പോകും. ഇരവിപുരത്തിന് പകരം ലീഗിന് നൽകേണ്ട സീറ്റിന്റെ കാര്യത്തിൽ ഇന്ന് നടന്ന ചർച്ചയിൽ ധാരണയായില്ല. ഇരവിപുരത്തിന് പകരം കരുനാഗപ്പള്ളി വേണമെന്ന നിലപാടിലാണ് ലീഗ്. കരുനാഗപ്പള്ളി വിട്ടു നൽകാനാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗിനെ അറിയിച്ചു. കുന്ദമംഗലം വിട്ടു നൽകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ലീഗും നിരാകരിച്ചതോടെ ചർച്ചയിൽ സമവായമായില്ല. കോൺഗ്രസ് പട്ടിക ഈ മാസം 31-നകം പ്രഖ്യാപിക്കുമെന്ന് സുധീരൻ പറഞ്ഞു. 26-ാം തീയതിയോടുകൂടി ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് 27-ന് ഞങ്ങൾ 3 പേരും കൂടെ ഡൽഹിക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. 27-ന് വൈകിട്ട് 28, 29, 30 തീയതികളിലായി ഡൽഹിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയും തുടർന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയും അതിൽ പങ്കെടുത്ത് 31 കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. അതേസമയം ഇടുക്കി പീരുമേടിൽ ഹോപ്സ് പ്ലാന്റേഷന് ഭൂമി പതിച്ചു നൽകിയത് പിൻവലിക്കണമെന്ന് VM സുധീരൻ വീണ്ടും ആവശ്യപ്പെട്ടു. ഇടുക്കി DCCയും ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സുധീരൻ സമ്മർദ്ദം ചെലുത്തുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വന്തം താൽപര്യം പ്രതിഫലിപ്പിക്കാനാണെന്ന നിലപാടിലാണ് ഗ്രൂപ്പ് നേതൃത്വം. ഈ അഭിപ്രായ വ്യത്യാസം സ്ഥാനാർത്ഥി നിർണയത്തെയും ബാധിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.